ഓരോരുത്തരുടെയും സമ്പത്ത് എന്നത് അവരവർക്ക് അവകാശപ്പെട്ടതാണ്. അത് തെറ്റായ മാർഗത്തിൽ സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്ന പക്ഷം നാം അപരന്റെ സമ്പത്ത് അപഹരിക്കാൻ ശ്രമിക്കുന്നു എന്നർത്ഥം. ഇത് തികഞ്ഞ അധാർമിക പ്രവൃത്തി തന്നെ. ഇതിൻ്റെ ഫലം ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായി മാറും. മറ്റുള്ളവരുടെ സമ്പത്ത് തെറ്റായ കുറുക്കുവഴികളിലൂടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ചെയ്യുന്നവർ എന്നായാലും സമൂഹത്തിന് മുന്നിൽ അപമാനിതരാകും. മാത്രമല്ല, ഇങ്ങനെയുള്ളവരുടെ മാർഗം തെറ്റായതിനാൽ ഈശ്വര സമക്ഷത്തിൽ അധാർമിക പ്രവൃത്തിക്കുള്ള മറുപടി പറയേണ്ടതായും അതിനുള്ള കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടതായും വരും. ഇതെല്ലാം ഒഴിവാക്കാനുള്ള പോംവഴി എന്നത് അന്യന്റെ മുതൽ ഒരിക്കലും ആഗ്രഹിക്കാതിരിക്കുക എന്നത് തന്നെ. മറ്റുള്ളവരുടേതായ ഒരു വൈക്കോൽ തുരുമ്പ് പോലും അപഹരിക്കരുത്, അതിന്മേൽ ആശ വയ്ക്കരുത്. മനുഷ്യ മനസ്സ് എപ്പോഴും ചപലമാണ്. അതിനാൽ നല്ലതെന്ന് തോന്നുന്നത് സ്വന്തമാക്കണമെന്ന ആഗ്രഹം സ്വാഭാവികമായും മനസ്സിലുദിക്കും. എത്ര ആഗ്രഹിച്ചിട്ടും അത് കിട്ടില്ലെന്ന് വന്നാൽ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്താനാകും പിന്നീടുള്ള ചിന്ത. അത് ചിലപ്പോൾ മോഷണത്തിലും മാനഹാനിയിലും കലാശിച്ചേക്കും. ഇത്തരം വിപരീത ഫലങ്ങൾ ഒഴിവാക്കാൻ ആരുടെയും ഒന്നും തന്നെ ആഗ്രഹിക്കുകയോ സ്വന്തമാക്കണമെന്ന ചിന്ത ഉണ്ടാവുകയോ ചെയ്യാതെ സ്വയം നിയന്ത്രിക്കുന്നത് തന്നെ നല്ലത്. താങ്ക് യു.